ഹായ് ഗൈസ്. അപ്പൊ ഞങ്ങൾ കുറെ നാൾക്ക് ശേഷം ഒരു വ്ളോഗ് ആയിട്ട് വന്നേക്കാണ്. എന്തായാലും അപ്പൊ ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ പോവാണ്. അപ്പൊ ഞങ്ങൾ റെഡി ആവട്ടെ. കാലത്ത് എണീറ്റുള്ളൂ. അലമോളെ കുളിപ്പിച്ചു മുടിയൊക്കെ എന്താ ഇങ്ങനെ. ഞങ്ങള് ഫുൾ ടൈം യൂട്യൂബേഴ്സ് അല്ല, അതാണ് വീഡിയോസ് കുറവ്. അപ്പൊ ആൾക്കാര് കമന്റ് ഇട്ട് ചോദിക്കും എന്താ വീഡിയോ ഇല്ലാത്ത. പിന്നെ ഷോർട്സ് ഒക്കെ ഇടുമ്പോ ആൾക്കാര് ഭയങ്കര ഇഷ്ടം കാണിക്കാണ്ട്, അതൊക്കെ സന്തോഷം. ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാട്ടോ, എന്നെ സംബന്ധിച്ച് സ്പെഷ്യലാ, ഭയങ്കര സ്പെഷ്യലാ. അത് ഞാൻ എൻഡില് പറയാം. എന്താന്ന് എൻഡില് പറയേണ്ട കാര്യണ്ടാ? ഇല്ല, എൻഡില് പറയാൻ ഇതിപ്പോ തമ്മിൽ എന്തായാലും മനസ്സിലാവൂലേ. അപ്പൊ ഞങ്ങളിത് ഇറങ്ങട്ടെ. അലമോള് എന്താ എന്ത് എന്ത് ലഡു വാങ്ങാൻ പോവാ. അപ്പൊ നമ്മ എന്തായാലും ഒരു സ്ഥലത്തേക്ക് പോണതല്ലേ, അപ്പൊ കുറച്ച് സ്വീറ്റ്സ് ആയിട്ട് പോവാ വെച്ച്. ഉള്ള മോനെ ഡോറിനൊക്കെ എന്ത് വെയിറ്റ് വാങ്ങാൻ വന്നു. അൽബൂന് ഏത് ലഡു ഇട്ടം? അൽബൂന് എന്നെ കൊടുത്തോട്ടെ ലഡു. അൽബൂന് ഏത് ലഡു ഇട്ടം? അൽബു നോക്ക. എനിക്കിത് സൈഡിലെ നിങ്ങൾ ഗേറ്റ് കയറിയിട്ട് ലെഫ്റ്റിലേക്ക് തിരിച്ചാൽ മതി. ഒരു പോപ്പോൺ വെച്ചുപോകുന്ന ഗേറ്റ് തന്നെയല്ലേ കടന്നിരിക്കുന്നത്? അപ്പൊ ഗേറ്റ് കയറി ഉടനെ തന്നെ ലെഫ്റ്റിലേക്ക് തിരിയാ. ഒരു ചെറിയൊരു അരമുതലുണ്ടാവും ഗേറ്റ് കയറുമ്പോ, ലെഫ്റ്റിനും റൈറ്റിലും. അത് കഴിഞ്ഞ ഉടനെ ലെഫ്റ്റിലേക്ക് ഒരു വഴി കാണും, ഒരു ആർച്ച് ട്രെയിനിന്റെ സൈഡ്. അവിടെ അരികിൽ ചേർന്നിരിക്കൂലേ നിലവേ, വെറുതെ വാടിൽ കാതി ചിരിയിൽ മുത്തുകൊടഞ്ഞാട്ടം മഴവിൽ ചന്തമേ ഇന്നുമെൻ സ്വന്തമേ. കിളിയേ തത്ത കിളിയേ കുഞ്ഞു ഗൈസ്. അപ്പോൾ ഇതാണ് സ്ഥലം. നല്ലൊരു എന്താ പറയുക, കുട്ടികൾക്ക് പറ്റിയൊരു സ്ഥലം കേട്ടോ. നല്ല തണലും. ആരാ പിള്ളേരൊക്കെ നല്ല രസം. ബീബീനെ കണ്ടപ്പോൾ ഒരു കുട്ടിക്ക് നാണം. പിന്നെ അങ്ങനെ പേര് ചോക്കലും ചിരിക്കലും അങ്ങനെയൊക്കെ ആയിട്ടത്. അവിടെ കുറച്ച് ഹാപ്പി ഹാപ്പി. ഇവിടെ നോക്കിയേ, ചെണ്ടൊക്കെ ഇരിക്കണ്ടല്ലോ. നോക്കിയേ, ലഡു ഇഷ്ട? ജുമാനക്ക് നാണ്. ഇവിടെ മെയിനായിട്ട് ഡിഫറെൻ്റ് ഏബിൾഡായ കുട്ടികളാണ് കൂടുതലുള്ളത്. പേരൻസ് ഉള്ള കുട്ടികളുണ്ട്, പേരൻസ് ഇല്ലാത്ത കുട്ടികളുണ്ട്. ഇവിടെ ഒരു 100 കുട്ടികളുണ്ട്. നമ്മളൊക്കെ എത്ര ഭാഗ്യവന്മാരാണെന്ന് അറിയണമെങ്കിൽ ഇങ്ങോട്ടൊക്കെ ഒരു വട്ടം വരണം. അപ്പം നമ്മൾ ഈ സ്വയം ബ്ലെയിം ചെയ്യണില്ലേ, നമുക്ക് അതില്ല ഇതില്ല, പേരൻസിനെ ബ്ലെയിം ചെയ്യുക, എല്ലാവരും ബ്ലെയിം ചെയ്യുന്ന സ്വഭാവമില്ല. അതൊക്കെ അങ്ങോട്ട് നിന്നോളൂ. അപ്പം ഞങ്ങൾ വീടെത്തി ഗൈസ്. എത്ര മണി? 2 മണി. 3:30. എന്താ പറയാ, ഇത് ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നതായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് നടന്നത്. ഇപ്പോഴും തിരക്ക് തന്നെയായിരുന്നു. പക്ഷെ ഇനി
ഒരാഴ്ച കഴിഞ്ഞാൽ നോമ്പാവും. നോമ്പായി പിന്നെ പിന്നെ തിരക്കാവും. അങ്ങനെ. അപ്പൊ എന്തായിരുന്നു അവിടെ ചെന്നിട്ടുള്ള നിന്റെ എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് വെച്ചാൽ വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. അതെ, അതന്നെ അവിടെ അധികം എടുക്കാൻ പറ്റില്ല. അവര് വീഡിയോ ഒക്കെ എടുത്തോളാനൊക്കെ പറഞ്ഞിട്ടാ, പക്ഷെ നമുക്ക് അതിനുള്ള ഒരു മാനസികമായിട്ട് സെറ്റ് ആവുണ്ടായില്ല വീഡിയോ എടുക്കാൻ. പിന്നെ എന്തായിരുന്നു ഞാൻ പറഞ്ഞില്ല, എന്നെ സംബന്ധിച്ച് സ്പെഷ്യൽ എന്ന് പറയാൻ ഇപ്പൊ ബീബി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ട്. ഞങ്ങള് ഫ്രണ്ട്സ് ആയിട്ട് ഇപ്പൊ ഒരു 2-3 കൊല്ലമായിട്ട് ചെയ്യാൻ പറ്റിയില്ല വെച്ചാൽ ആരും എഫേർട്ട് എടുത്തില്ല. എല്ലാവരും അവരെ ലൈഫായിട്ട് ബിസി ആയതുകൊണ്ട് ഇത് ഡ്രോപ്പ് ആയി. അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ റമദാനും ഇങ്ങനെ ഓരോന്നും ചെയ്യാറുള്ളതാണ്. അപ്പൊ ഞാന് പിന്നെ ഇങ്ങനെ മറ്റേ സ്കൂളിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ ഓരോന്നൊക്കെ ഉള്ളപ്പോ അങ്ങനത്തെ ഓർഗനൈസേഷനിലൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടാണ് തണല് അങ്ങനെ പേരിലൊക്കെ ആയിട്ടിട്ടാ. അപ്പൊ ഞാൻ ഇങ്ങനെ പണ്ട് ഇങ്ങനെ ഡയറി എഴുതും. അപ്പൊ ഞാനിങ്ങനെ പണ്ട് എന്തോ ഒരു ഇതിലിങ്ങനെ ഡയറിയിൽ എഴുതി വെച്ചോ വലുതായിട്ട് എനിക്കിങ്ങനെ ചാരിറ്റി ഒക്കെ ചെയ്യണം അങ്ങനത്തെ ഇതില്. അപ്പൊ ഞാൻ അങ്ങനെ ഇൻവോൾവ് ആയിട്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യണേ. അപ്പൊ എന്നെ സംബന്ധിച്ചപ്പോ ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ഉള്ളിലൊരു കുഞ്ഞനീനുണ്ടാവുമല്ലോ, ആ ഡയറി ഇത് കുഞ്ഞനീന് എന്താ പറയാ, ഈ നീന് ഇത്രയധികം ഗ്രോ ആയിന്ന് വെച്ചാൽ അത്ര ഹൈറ്റ്സ് എത്തി. ഇതെന്ന് പറയുമ്പോ എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ഹൈറ്റ് തന്നെയാണ്. അപ്പൊ അത്ര ഹൈറ്റ്സ് എത്തിയില്ലോന്ന് വെച്ച് ആ കുഞ്ഞിനുള്ളിലിരുന്ന് ചിലപ്പോ സന്തോഷിക്കുണ്ടാവും. അപ്പൊ ഇതെല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. വലിയ എമൗണ്ട് ഒന്നും വരുന്നില്ല. നിങ്ങള് എന്താ പറയാ 5-6 പേരൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഒരു നേരത്തെ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് ഇവിടുത്തെ ഡീറ്റെയിൽസ് നമ്മള് കൊടുക്കാം. നിങ്ങളെ എടുത്തു കൊടുത്താൽ ഇങ്ങനത്തെ കുറെ ഉണ്ടാവും. അവിടെ സുഖമായിട്ട് ചെയ്യാ. വലിയ എമൗണ്ട് ഒന്നും ഒരു 4-5 പേര്, അതന്നെ 4-5 പേരൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഷെയർ ചെയ്ത് ചെയ്യാം. ഞങ്ങൾ എല്ലാ പ്രാവശ്യം ചെയ്തിരുന്നതാണ്. ഒരു 4-5 വർഷം മുന്നൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിരുന്നതാണ്. ഇപ്പൊ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ വീണ്ടും തീരുമാനിച്ചിട്ടുണ്ട് തുടങ്ങണം, ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് വീണ്ടും സംസാരിച്ച് സെറ്റ് ചെയ്യണം. എല്ലാ വർഷം റമദാന്റെ ടൈമിലാണ് ഞങ്ങൾ ചെയ്യല്. എന്നിട്ട് റമദാനിടയിൽ റമദാൻ കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാറുള്ളത്. പിന്നെ ഉണ്ടല്ലോ ഇപ്പൊ ഈ എമൗണ്ട് ഞങ്ങൾ ഒരു ഗീവ് അവേയുടെ സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിലത്തെ ഒരു ഗീവ് അവേ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ യൂട്യൂബില് ഗീവ് അവേ ഇല്ലെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര വിഷമായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു എന്നാ ഇങ്ങനെ ഗീവ് അവേ ആയിട്ട് നമുക്ക് എന്തെങ്കിലും കൊടുത്താലോ. പിന്നെ അങ്ങനെ വിചാരിച്ചാലും ബെറ്റർ ഇതായിരുന്നു. പിന്നെ വ്ളോഗൊന്നും ഇല്ലാത്തതെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ എല്ലാം ഞങ്ങളെ മെയിൻ ഇൻകം. ഇതിൽ ഇൻകം കിട്ടുന്നില്ല എന്നല്ല, ഇൻകം കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മളെ മെയിൻ സോഴ്സ് ഒക്കെ വേറെയാണ്. അപ്പൊ അതിലാണ് കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ളത്. അതാണ് വ്ളോഗും പ്രാങ്ക് ഒക്കെ ചെയ്യാൻ വന്നിട്ട് കമന്റ് എപ്പോഴും വരാറുണ്ട്. പിന്നെന്തായിരുന്നു ഇതിപ്പോ ഇങ്ങനെ കാണിച്ച് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടാവും നിങ്ങള്. പക്ഷെ കാണിച്ച് ചെയ്യാണെങ്കിൽ ഞാൻ മുന്നൊക്കെ ചെയ്യുമ്പോ ചെയ്യണുണ്ട്. അല്ല കാണിച്ച് ചെയ്യാന്ന് വെച്ചാല് ഒരു വീഡിയോ കണ്ടിട്ടാവും. ഈ വീഡിയോ കണ്ട 1-2 പേർക്ക് ഇത് ചെയ്യാൻ തോന്നി കഴിഞ്ഞാൽ അത്ര നല്ലതല്ല. അപ്പൊ നമ്മളായാലും വീഡിയോസ് കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ ചെയ്യാൻ തോന്നാറ്. ഒരിങ്ങനെ റീലില് ആളുടെ പേര് എനിക്കറിയില്ല, ആള് മൊത്തം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യും. അപ്പൊ അതൊക്കെ ഇങ്ങനെ കാണുമ്പോ ഇങ്ങനത്തെ ഒക്കെ ചെയ്താല് എത്ര അടിപൊളിയില്ല, ഇതൊക്കെയാണ് ശരിക്കും അടിപൊളിയായിട്ടുള്ള കാര്യം. അങ്ങനെയൊക്കെ എനിക്ക് ഇങ്ങനെ തോന്നിയിട്ട് ഞാൻ ബീബിക്കൊക്കെ ഷെയർ ചെയ്യലുണ്ട്. അങ്ങനെ അപ്പൊ ഓക്കെ, അടുത്ത വ്ളോഗായിട്ട് പിന്നെ വരാം. ഇനിയെങ്കിലും കാണാൻ. ബൈ ബൈ.